നമസ്കാരം. ശക്തമായ മഴയിൽ പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരിക്കുന്നു. കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വ്യാപക നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. അത് വൈകുന്നേരത്തോടെ മഴ ശക്തി പ്രാപിക്കുകയും തോരാതെ പെയ്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് പൂഞ്ഞാറിന് സമീപമുള്ള പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടലിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. മണപ്പാട്ട് ജോണിയുടെ മകൻ ജോസഫിനാണ് മരണപ്പെട്ടത്. ജോസഫിൻ്റെ അമ്മയെ കാണാതായിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമായിരുന്നു ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണാണ് ഈ ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത്. ജോസഫിൻ പരിക്കേറ്റ് വീട്ടിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഇപ്പോൾ അമ്മ രജീനയ്ക്കായുള്ള തെരച്ചിൽ നടത്തുകയാണ്. കോലാഹലമേട്ടിലും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് സംഭവം ഉണ്ടായിട്ടുണ്ട്. കോലാഹലമേട് സ്വദേശിനിയായ ലീലാമണിയുടെ ബന്ധു കൂടിയായ വൈക്കം സ്വദേശി പ്രഭാകരൻ നായരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. കിഴക്കൻ മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മുണ്ടക്കയത്തിന് സമീപം തന്നെ കൂട്ടിക്കൽ പലയിടങ്ങളിലായി ഉരുൾപൊട്ടലുണ്ടായി. ഇന്നലെ പുലർച്ചെ തന്നെ നമ്മൾ അഗ്നിശമന സേനാ വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടങ്ങളിലെല്ലാം 3 ഇടങ്ങളിലായി ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. റോഡിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടങ്ങളെല്ലാം രക്ഷാപ്രവർത്തനവുമായി അഗ്നിശമന സേന പോയിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞവരെ അവരെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി മറ്റു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി നഗരം മുഴുവൻ വെള്ളത്തിലായിരിക്കുകയാണ്. കടകമ്പോളങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിൽപ്പെട്ട ഒരു സാഹചര്യമാണ്. 2018 പ്രളയത്തിലുണ്ടായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ റാന്നിയിലുണ്ടായിരിക്കുന്നത്. റാന്നി നഗരം, പമ്പയാറിന് തീരത്തുള്ള റാന്നി നഗരം മുഴുവനായും ഇപ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നിപ്പോൾ കണക്കാക്കാൻ കഴിയില്ല. ജില്ലാ കളക്ടർ അടക്കം ഉള്ളവർ അവിടെ എത്തിയിരിക്കുന്നു. അവിടെയുള്ള വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഭീകരമായ ഒരു സംഭവം തന്നെയാണ് പത്തനംതിട്ട റാന്നിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ പൂഞ്ഞാർ സമീപം തലപ്പലം എന്ന ടൗൺ അത് പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അവിടെ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് തലപ്പലം ടൗൺ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നത്. അവിടെയുള്ള കടകമ്പോളങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിരിക്കുന്നു. പെട്രോൾ പമ്പ് അടക്കം വെള്ളത്തിനടിയിലായിരിക്കുന്നു. വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വെള്ളത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. പലരും ഇപ്പോഴും വീടിൻ്റെ 2ാം നിലയിലും 3ാം നിലയിലും ഒക്കെ അഭയം തേടിയിരിക്കുകയാണ്. അവരിൽ നിന്നും നമുക്ക് വിവരം ലഭിച്ചത്, അവർ വിളിച്ചു പറഞ്ഞത് ഇത്തരത്തിൽ ഞങ്ങളെ രക്ഷിക്കുന്നതിനായി ഏതെങ്കിലും വഞ്ചിയോ അല്ലെങ്കിൽ ബോട്ടോ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ ഭയാനകരമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ ശക്തമായ മഴ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. പമ്പയാർ, മീനച്ചിലാർ, മണിമലയാർ എന്നിവ കരകവിഞ്ഞൊഴുകുകയാണ്. കിഴക്കൻ മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡുകളൊക്കെ തന്നെ തകർന്നു കിടക്കുകയാണ്. മുണ്ടക്കയം കോസ്വേയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പഴയളം കോസ്വേ, അങ്ങനെ എല്ലാവിധ കോസ്വേകളിലുമൊക്കെ വെള്ളം കയറി. പാലങ്ങളിലൊക്കെ, ചെറുപാലങ്ങളിലൊക്കെ വെള്ളം കയറിയതിനെ തുടർന്ന് അവിടെയും വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. കുമളി ഭാഗത്തേക്ക്, കേക്കർ റോഡ് വഴി കുമളി ഭാഗത്തേക്ക് പോകുന്ന റോഡുകളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ റോഡ് പൂർണ്ണമായും തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കുട്ടിക്കാനം മേഖല, പുല്ലൂരാമ്പാറ മേഖലയിലൊക്കെ റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഏതായാലും രാവിലെ മുതൽ ഈ മഴക്കെടുതി ഇങ്ങനെ ഓരോ വാർത്തകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ജോസഫിൻ എന്ന യുവാവ് മരണപ്പെട്ടിരിക്കുന്നു. പൂഞ്ഞാർ സ്വദേശി, പയ്യാനിത്തോട്ടം മണപ്പാട്ട് ജോണിയുടെ മകൻ ജോസഫിനാണ് മരണപ്പെട്ടത്. ഏറ്റവും ഖേദകരമായ ഒരു വാർത്ത തന്നെയാണ്. പലയിടങ്ങളിലുമായി ഇപ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നിലവിൽ അകപ്പെട്ടു പോയ ആളുകളെ, മണ്ണിടിച്ചുണ്ടായ പ്രദേശങ്ങളിലുള്ള ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. ഇപ്പോഴും മഴ രാവിലെ മുതൽ, പുലർച്ചെ മുതൽ 4 മണി മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എങ്കിൽ പോലും മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകൾ തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏതായാലും ഈ മണിമലയാർ, പമ്പയാർ തുടങ്ങിയ ആറുകൾ, മനുഷ്യലാറൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. അവിടങ്ങളിലെ ജലനിരപ്പ് കുറവൊന്നും തന്നെയില്ല. എന്നാൽ ചെറിയ തോടുകളിലൊക്കെ നേരിയ തോതിലുള്ള വെള്ളം ഇറങ്ങുന്നുണ്ട്. പല വാഹനങ്ങളിലും ഈ വെള്ളക്കെട്ടിൽപ്പെട്ട്, റോഡിൽ അറിയാതെ ഈ വെള്ളക്കെട്ടിൽപ്പെട്ട പല വാഹനങ്ങളും ഇന്ന് പുലർച്ചെ കുടുങ്ങിയ സംഭവമൊക്കെ ഉണ്ടായി. നമ്മൾ നേരിട്ട് നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു വാഹനം ദിശയറിയാതെ അല്ലെങ്കിൽ ആഴമറിയാതെ ഇതിലേക്ക് ഒരു പിക്കപ്പ് മാങ്ങ കയറ്റി വന്ന ഒരു ലോറി, അത് കോട്ടയം ജില്ലയിലെ എരുമേലിക്ക് സമീപമാണ്. ലോറി
അവിടേക്ക് പോകുകയും ആ ലോറി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു പിക്കപ്പ് വാൻ, ആ വാൻ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഒരു ദമ്പതികളും ഒരു കുഞ്ഞു മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ നമ്മൾ ഇടപെട്ട് തന്നെയാണ് അവരെ വാഹനത്തിൽ നിന്ന് ഇറക്കി സുരക്ഷിതമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റുന്നത്. അത്തരത്തിൽ ഇന്ന് പുലർച്ചെ 2 മണി മുതൽ വളരെ ശക്തമായ മഴയാണ്, മഴക്കെടുതിയാണ്. ജലാശയങ്ങളൊക്കെ തന്നെ വെള്ളം പൊങ്ങി ദുരിത അവസ്ഥയിലാണ് നിൽക്കുന്നത്. റാന്നിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ റാന്നിയും കടകമ്പോളങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രളയം കൂടി അവർക്ക് താങ്ങാൻ കഴിയുമോ എന്നൊരു സാഹചര്യം കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും റാന്നിയിലേക്കുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. ആവശ്യത്തിനുള്ള സഹായങ്ങളൊക്കെ എത്തിക്കുന്നതിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ സജ്ജരാകുന്നുണ്ട്. അത്തരത്തിൽ ഇന്നലെ മുതൽ ഉണ്ടായ ആ മഴ ശക്തമായ കെടുതിയാണ് മലയോര പ്രദേശങ്ങളിലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലും സൃഷ്ടിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.